എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. റോസാ ചെടി നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ്. പക്ഷേ ഇപ്പം ഈ ഒരു ചൂടുള്ള സമയത്ത് റോസാ ചെടി ഒരുപാട് മുരടിപ്പ് ബാധിച്ച് പൂക്കളൊക്കെ ഇടാനായിട്ട് പൂക്കൾ ഇടും, പക്ഷേ അത് കുഞ്ഞു പൂക്കളായിട്ടായിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ അതിന് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടത് ഒന്നെങ്കിൽ വേപ്പെണ്ണയും വെളുത്തുള്ളിയും കൂടെ മിക്സ് ചെയ്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ എക്സോഡസ്, ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുന്ന എക്സോഡസ് ആണ്. 15 ദിവസം കൂടുമ്പോൾ മസ്റ്റായിട്ട് ഞാൻ എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മൂലം പെട്ടെന്ന് തന്നെ ചെടികളുടെ മുരടിപ്പ് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ഏത് ചെടികൾക്കും പച്ചക്കറി തൈകൾക്കും ഒക്കെ നമുക്ക് എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. വേപ്പെണ്ണയാണെങ്കിൽ 5 മില്ലി വേപ്പെണ്ണയും 5 വെളുത്തുള്ളി ചതച്ചതും നന്നായിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തതിന് ശേഷം അരിച്ചെടുത്ത് നമ്മുടെ ചെടികളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇപ്പം എക്സോഡസ് ഇല്ല ആയതുണ്ടെങ്കിൽ കേട്ടോ. അപ്പം ഒരുപാട് മുരടിച്ച ചെടിയാണെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. വീണ്ടും 2 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. വൈകുന്നേരമാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറ്. നല്ലവണ്ണം നമ്മുടെ ചെടികൾ റോസാ ചെടികൾ പൂക്കൾ വരുന്നുണ്ട്. ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഒരുപാട് പ്രൂണിങ് ചെയ്തതുമാണ്. അതിനുശേഷം ഒരുപാട് പൂക്കൾ തന്ന റോസയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലെ പൂക്കൾ തരാനായിട്ട് നമ്മൾ ഇതുപോലെ നല്ല വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ റോസാ ചെടിക്കൊക്കെ ധാരാളം മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയ വളങ്ങൾ നല്ലവണ്ണം കൊടുത്താൽ നമ്മുടെ ചെടി നല്ലതായിട്ട് വളരും. ഇടയ്ക്ക് ഞാൻ ഹ്യൂമിക് ആസിഡ് കൊടുക്കാറുണ്ട്. ഹ്യൂമിക് ആസിഡ് ഒരു 1/2 ടീസ്പൂണ് 1 ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല റിസൾട്ടാണ്. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ 15 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ കൊടുക്കാവുന്നതാണ്. 15 ദിവസം ഗ്യാപ്പിട്ട് നമ്മുടെ ഫെർട്ടിലൈസറും അതുപോലെ തന്നെ ജൈവ കീടനാശിനികളും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത് മാറി ഓരോ കാര്യങ്ങളും ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ റോസാ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും നല്ലപോലെ പോവുകയും ചെയ്യത്തുള്ളൂ. അപ്പോൾ ധാരാളം മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയ നമ്മുടെ ഓട്സ് ആണ് നമ്മളിന്ന് നമ്മൾ ജൈവവളമായിട്ട് ഉണ്ടാക്കാൻ എടുക്കുന്നത്. അതിൻ്റെ കൂടെ ഏത്തപ്പഴത്തിൻ്റെ തൊലി, ധാരാളം പൊട്ടാഷ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതാണ് ഏത്തപ്പഴത്തിൻ്റെ തൊലിയിൽ. അപ്പം നമ്മൾ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കട്ടോ. അപ്പം നല്ല റിസൾട്ടാണ്. ഒന്ന് കൊടുത്തു നോക്കണം. അപ്പം നല്ലവണ്ണം ഇത് പുളിപ്പിക്കണം കേട്ടോ. പുളിപ്പിച്ചാൽ മാത്രമേ ധാരാളം സൂക്ഷ്മാണുക്കളൊക്കെ വർദ്ധിച്ച് നമുക്ക് ഈ ഒരു നല്ലൊരു ജൈവവളമായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഞാനിതിന് അരി കഴുകിയ വെള്ളത്തിലേക്കാണ് ചേർത്തിടുന്നത്. കഞ്ഞിവെള്ളമാണെങ്കിലും കുഴപ്പമില്ല, അരി കഴുകിയ വെള്ളമാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ഈ ചൂട് സമയത്ത് ഞാൻ കൂടുതലും കൊടുക്കുന്ന കഞ്ഞിവെള്ളവും അരി കഴുകിയ വെള്ളത്തിലും ഒക്കെയാണ് വളങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. എനിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് അരി കഴുകിയ വെള്ളത്തിലേക്ക് നമ്മുടെ ഈ എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിലും എടുക്കാം, കുറച്ചും എടുക്കാം. ആവശ്യാനുസരണം നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. അപ്പം ഒരു കപ്പ്, ഒരു ചെറിയ ഗ്ലാസ്സിന് നമ്മുടെ ഓട്സും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ഈ അരി കഴുകിയ വെള്ളത്തിലോട്ട് മിക്സ് ചെയ്യണേ. ഞാൻ ഈ പറഞ്ഞ പോലെ കഞ്ഞി വെള്ളത്തിലോട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കുത്തരി കഴുകിയ വെള്ളമാണ്, നല്ല തവിടുള്ളതാണ്. അപ്പോൾ കുത്തരി കഴുകിയ വെള്ളം ഇല്ലെങ്കിൽ സാധാരണ അരി കഴുകിയ വെള്ളമാണ്, കുഴപ്പമില്ല. കുത്തരി കഴുകിയ വെള്ളത്തിൽ കുറച്ചും കൂടെ പ്രോട്ടീനും കാര്യങ്ങളും കൂടുതലുണ്ട്, തവിട് കൂടുതലുള്ളത് കൊണ്ട് തന്നെ. പിന്നെ ഞാൻ ഈ അരച്ച പേസ്റ്റ് അതിനകത്തോട്ട് ചേർത്തിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കര ഈ നമുക്ക് 3-4 ദിവസം പുളിപ്പിക്കേണ്ടതാണ്. അപ്പം ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും നല്ല സൂക്ഷ്മാണുക്കളെ വർദ്ധിപ്പിക്കാനായിട്ട് ശർക്കര വളരെയധികം പ്രയോജനം ചെയ്യുകയും ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നല്ലവണ്ണം എന്താ പറയുക, കാറ്റൊന്നും കയറാതെ പ്രാണികളൊന്നും കയറാത്ത രീതിയിൽ ഇതുപോലെ അടച്ചു വെക്കണം. ഇതുപോലെ പഴയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം നല്ലതായിട്ട് ഇത് പുളിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് പരുവം. നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടാണ്. ധാരാളം മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. അപ്പം നല്ല രീതിയിൽ നമുക്ക് പൂക്കളൊക്കെ തരും. അപ്പോൾ ഇത് നമുക്ക് പച്ചക്കറി തൈകൾക്കൊക്കെ, തക്കാളി തൈ, പച്ചമുളക് തൈ, ഇതിനെല്ലാം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ റോസാ ചെടിക്ക് മാത്രമല്ല ഏത് ചെടികൾക്കും നമുക്കിത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിത് അരിച്ചെടുക്കുവാണ്. ഇപ്പോൾ അരിച്ചെടുത്തില്ലാതിനും കുഴപ്പമില്ല, കാരണം നമ്മൾക്ക് മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുത്തതാണല്ലോ. അരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞാനങ്ങൊന്ന് അരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കാരണം ചെടിച്ചെടിയിലൊക്കെ അതിൻ്റെ വേസ്റ്റ് ഒന്നും പറ്റി പിടിച്ചിരിക്കേണ്ടെന്ന് കരുതി ഞാൻ അരിച്ചെടുക്കുകയാണ്. ഇപ്പം മണ്ണിലുള്ള ചെടികൾക്കാണെങ്കിൽ നമുക്ക് അരിക്കാതെ തന്നെ ഇത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അരിച്ചെടുത്തതിന് ശേഷം ഞാനിതൊരു 4 ലിറ്റർ 5 ലിറ്റർ വെള്ളമോളം ഡയലൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നല്ല തിക്കായിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു 4 ലിറ്റർ 5 ലിറ്റർ മാക്സിമം വെള്ളം ഡയലൂട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടാണ്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം ഡയലൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികൾക്ക്, ഏത് ചെടികൾക്കും കൊടുക്കാം. റോസാ ചെടികൾക്കും പൂക്കളുണ്ടാകുന്ന ചെടികൾക്കാണെങ്കിലും കൊള്ളാം, പച്ചക്കറി തൈകൾക്കാണെങ്കിലും കൊള്ളാം, നമുക്ക് കൊടുക്കാം.
അതുപോലെ തന്നെ നമുക്കിത് അരിച്ചെടുത്തിട്ട് സ്പ്രേയറിനകത്താക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ കൊടുക്കുന്നത് രാവിലെയാണ് കൊടുക്കുന്നത്. ഞാനിപ്പം വെയിലുള്ള സമയത്തൊക്കെ രാവിലെ വളങ്ങൾ കൊടുക്കും. കാരണം വെയിൽ ഒതിച്ച് ഒന്ന് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ വളമെല്ലാം വലിച്ചെടുക്കും. ചെടി വലിച്ചെടുക്കത്തില്ല. വെയിൽ പെട്ടെന്ന് ഇതായതുകൊണ്ട് തന്നെ നീരാവിയായിട്ട് പെട്ടെന്ന് അതും പോവും. ചെടികളിലേക്ക് അത് കിട്ടത്തില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും. നല്ലവണ്ണം നമ്മുടെ ചെടികളിൽ റോസാ ചെടികൾക്ക് നല്ലവണ്ണം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.